ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? അത് പുറം ലോകത്തിലെ വിജയങ്ങളിലോ സമ്പത്തിലോ പ്രശസ്തിയിലോ ഒതുങ്ങുന്നതല്ല. ജീവിതത്തിന്റെ അന്തിമ ഉദ്ദേശ്യം നമ്മുടെ സ്വന്തം ശുദ്ധ സ്വഭാവത്തെ തിരിച്ചറിയുന്നതാണ്. നാം ശരീരമോ മനസ്സോ അല്ല, നാം നിത്യവും സ്വതന്ത്രവുമായ ശുദ്ധ ചൈതന്യമാണെന്ന സത്യത്തെ അനുഭവമായി അറിയുക. അതാണ് ജീവിതത്തിന്റെ പരമഗതി. വേദാന്ത ദർശനം പഠിപ്പിക്കുന്നത് ഒരു മഹത്തായ സത്യമാണ്. മാറ്റമില്ലാത്ത ആത്മാവാണ് ഏക സത്യവസ്തു. നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഭൗതിക ലോകം താൽക്കാലികവും മാറ്റത്തിനിടയാക്കുന്നതുമാണ്. യഥാർത്ഥത്തിൽ നാം ആത്മസ്വരൂപരാണ്. പക്ഷേ ശരീരത്തോടും മനസ്സിനോടുമുള്ള അതീവ ഐക്യബോധം കാരണം നമ്മുടെ ഈ യഥാർത്ഥ സ്വഭാവം മറന്നുപോകുന്നു. ഈ തെറ്റായ അറിവിനെയാണ് ദേഹാഭിമാനമെന്ന് വിളിക്കുന്നത്. ആത്മജ്ഞാനത്തിന്റെ വഴിയിൽ ഇതാണ് ഏറ്റവും വലിയ തടസ്സം. ഈ തെറ്റിദ്ധാരണ നീക്കുന്നതിനായി വേദാന്ത ദർശകർ മനുഷ്യന്റെ ഘടനയെ ഗൗരവമായി വിശകലനം ചെയ്തു. അവർ സ്ഥൂലശരീരം, സൂക്ഷ്മശരീരം എന്നിവയെ വിശദമായി പരിശോധിച്ചു. അവരുടെ നിരൂപണത്തിൽ ആത്മാവ് ശരീരത്തിൽ ഒതുങ്ങിയ ഒന്നല്ല, അത് പരമസത്യവുമായി ഒരേ സ്വഭാവമുള്ളതാണ്. മനുഷ്യൻ 3 ശരീരങ്ങളെയും 5 കോശങ്ങളെയും, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന 3 അവസ്ഥകളെയും പഠിക്കുമ്പോൾ ഒരു വലിയ ബോധ്യം അവനിൽ ഉദിക്കുന്നു. ഈ എല്ലാം മാറ്റത്തിനിടയാകുന്ന ഘടകങ്ങളാണ്. എന്നാൽ ഇവയെ സാക്ഷിയായി അനുഭവിക്കുന്ന ഒരു മാറ്റമില്ലാത്ത സാന്നിധ്യം അവനിലുണ്ട്. ആ സാക്ഷിയാണ് യഥാർത്ഥ ഞാൻ. ഈ തിരിച്ചറിവ് മനുഷ്യനെ അവസ്ഥകളെയും ശരീരങ്ങളെയും അതിജീവിക്കാൻ സഹായിക്കുന്നു. ഈ സത്യത്തെ നിരന്തരം ഓർക്കുകയും അതിൽ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ആത്മസ്വരൂപത്തിന്റെ അനുഭവത്തിലേക്ക് മനുഷ്യൻ പതുക്കെ ഉയരുന്നു. അതിനാൽ തന്നെ പഞ്ചകോശങ്ങളെക്കുറിച്ചുള്ള പഠനം അത്യന്തം പ്രാധാന്യമുള്ളതാണ്. ഇത് ശരീരബോധത്തിൽ നിന്ന് വിടുതൽ നേടാനും ഞാൻ ശരീരമല്ല, ഞാൻ ശുദ്ധ ചൈതന്യമാണെന്ന ഉറച്ച ബോധത്തിൽ നിൽക്കാനും സഹായിക്കുന്നു. ജീവിതത്തിൽ വരുന്ന സന്തോഷദുഃഖങ്ങൾ, വിജയപരാജയങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെല്ലാം ഉണ്ടായാലും ആത്മബോധത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തി അവയാൽ ബാധിക്കപ്പെടുകയില്ല. അവൻ എല്ലാറ്റിനുമുപരി നിലകൊള്ളുന്ന സാക്ഷിയായി ശാന്തമായും അസക്തമായും ജീവിക്കാൻ കഴിയും. ഒരു വ്യക്തി വെറും മാംസരക്തങ്ങൾ ചേർന്ന ശരീരം മാത്രമല്ല, അവൻ ഒരു ചൈതന്യ കേന്ദ്രമാണ്. ആ ചൈതന്യത്തെ ചുറ്റിപ്പറ്റി വിവിധ തലങ്ങളിലായി ചില ആവരണങ്ങൾ നിലകൊള്ളുന്നു. ഇവയാണ് അവനെ പുറം ലോകത്തെ അനുഭവിക്കാൻ കാരണമാകുന്ന ഉപാധികൾ. ഈ ആവരണങ്ങളെ ശരിയായി വിശകലനം ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ആത്മസ്വഭാവം വ്യക്തമാകുന്നത്. ഒരു വ്യക്തിക്ക് എത്ര ശരീരങ്ങളുണ്ട്? 3 ശരീരങ്ങളുണ്ട്. 1 സ്ഥൂലശരീരം അഥവാ ഭൗതിക ശരീരം. 2 സൂക്ഷ്മശരീരം അഥവാ മാനസികമായതും പ്രാണികമായതുമായ ഘടന. 3 കാരണശരീരം അഥവാ മൂലകാരണം പോലുള്ള സൂക്ഷ്മാവസ്ഥ. ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം. പുളിയുടെ പുറംതോട് ഭൗതിക ശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത്. പൾപ്പ് സൂക്ഷ്മശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിത്ത് കാരണശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മഞ്ഞ് സ്ഥൂലരൂപം, വെള്ളം സൂക്ഷ്മാവസ്ഥ, അതിന്റെ സൂക്ഷ്മഘടകങ്ങൾ കാരണാവസ്ഥ. സ്ഥൂലശരീരത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? സ്ഥൂലശരീരം 5 മഹാഭൂതങ്ങളാൽ നിർമ്മിതമാണ്. 1 ഭൂമി അഥവാ പൃഥ്വി, 2 ജലം അഥവാ ആബസ്, 3 അഗ്നി അഥവാ തേജസ്, 4 വായു, 5 ആകാശം അഥവാ ആകാശ. ഇവയുടെ സമന്വയമാണ് നമ്മുടെ ഭൗതിക ശരീരം. ശരീരത്തിലെ 7 പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? ആയുർവേദപരമായ കാഴ്ചപ്പാടിൽ ശരീരം 7 പ്രധാന ധാതുക്കളാൽ നിലനിൽക്കുന്നു. 1 രസം, 2 രക്തം, 3 മാംസം, 4 മേധസ്, 5 അസ്ഥി, 6 മജ്ജ, 7 ശുക്ലം. ഇവ ശരീരത്തിന്റെ അടിസ്ഥാന ഘടനയും പോഷണവുമാണ്. ശരീരത്തിന്റെ 6 മാറ്റങ്ങൾ ഏതൊക്കെയാണ്? സ്ഥൂലശരീരം സ്ഥിരമല്ല. അതിന് 6 മാറ്റങ്ങളുണ്ട്. 1 അസ്ഥി അഥവാ നിലനിൽപ്പ്, 2 ജായതേ അഥവാ ജനനം, 3 വർദ്ധതേ അഥവാ വളർച്ച, 4 വിപരിണമതേ അഥവാ മാറ്റം, 5
അപക്ഷീയതേ അഥവാ ക്ഷയം. 6 വിനശ്യതേ അഥവാ നാശം. ഈ 6 ഘട്ടങ്ങൾ എല്ലായിടത്തും കാണാം. ജനനം മുതൽ മരണം വരെ ശരീരം ഈ നിയമത്തിന് വിധേയമാണ്. സംസാരം അഥവാ ബന്ധങ്ങളുടെ ശൃംഖലയിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യജീവിതം ചില ബന്ധങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. 1 അജ്ഞാനം, അതായത് അറിവില്ലായ്മ. 2 അവിവേകം, ശരിയും തെറ്റും തിരിച്ചറിയാനാകാത്ത അവസ്ഥ. 3 അഹങ്കാരം. 4 രാഗദ്വേഷങ്ങൾ, അഥവാ ഇഷ്ടം അനിഷ്ടം. 5 കർമ്മം. 6 ശരീരം. ഈ ശൃംഖലയുടെ തുടക്കം അജ്ഞാനത്തിലാണ്. അജ്ഞാനത്തിൽ നിന്ന് അവിവേകം ജനിക്കുന്നു. അവിവേകത്തിൽ നിന്ന് അഹങ്കാരം. അഹങ്കാരത്തിൽ നിന്ന് ഇഷ്ട അനിഷ്ടങ്ങൾ. അവയിൽ നിന്ന് കർമ്മം. കർമ്മഫലമായി വീണ്ടും ജനനം ജനിക്കുന്നു. ഈ ചക്രമാണ് സംസാരമെന്ന അനുഭവം. ഈ ജനനമരണ ചക്രത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ മൂലകാരണമാകുന്ന അജ്ഞാനം നീക്കണം. അതിന് ബ്രഹ്മജ്ഞാനം, ആത്മബോധം അനിവാര്യമാണ്. അറിവുദിക്കുമ്പോൾ ബന്ധങ്ങളുടെ ഈ ശൃംഖല സ്വയം തകരുന്നു. ശരീരം എന്നത് ക്ഷയിക്കുന്നതുകൊണ്ടാണ് ആ പേര് ലഭിച്ചത്. കാലക്രമത്തിൽ അത് മങ്ങുകയും നശിക്കുകയും ചെയ്യുന്നു. ദേഹം എന്നത് ദഹിക്കപ്പെടുന്നതുകൊണ്ടാണ്. ഒടുവിൽ അത് അഗ്നിയിലേക്ക് ലയിക്കുന്നു. നാം ഈ മാറുന്ന ശരീരമല്ല. നാം ഈ ഘടകങ്ങളുടെ കൂട്ടായ്മയുമല്ല. നമ്മുടെ യഥാർത്ഥ സ്വഭാവം ഇവയ്ക്കപ്പുറമാണ്. ആ തിരിച്ചറിവാണ് ആത്മജ്ഞാനം. അതാണ് മോക്ഷത്തിലേക്കുള്ള ആദ്യപടി. സൂക്ഷ്മശരീരമെന്നത് എന്തുകൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്? സൂക്ഷ്മശരീരം പല ഘടകങ്ങളാൽ രൂപപ്പെട്ടിരിക്കുന്നു. ഇതിനെ തത്വങ്ങൾ എന്നും വിളിക്കുന്നു. പ്രധാനമായും ഇതിൽ 19 ഘടകങ്ങളുണ്ടെന്നാണ് ആത്മീയ ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഇവയാണ് ആ ഘടകങ്ങൾ. അറിവ് നേടാനുള്ള 5 ഇന്ദ്രിയങ്ങൾ: കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശം. പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന 5 ഇന്ദ്രിയങ്ങൾ: സംസാരം, കൈ, കാൽ, വിസർജനം, ജനനം. ജീവനെ നിലനിർത്തുന്ന 5 പ്രാണശക്തികൾ: മനസ് അഥവാ ചിന്തകളും വികാരങ്ങളും, ബുദ്ധി അഥവാ വിവേചനശക്തി, ചിത്തം അഥവാ സ്മരണകളും അവബോധാതീത ഭാഗവും, അഹങ്കാരം അഥവാ ഞാനെന്ന ബോധം. ഈ സൂക്ഷ്മശരീരം വഴിയാണ് ആത്മാവ് സുഖവും ദുഃഖവും അനുഭവിക്കുന്നത്. ഈ സൂക്ഷ്മശരീരം എപ്പോഴവസാനിക്കുന്നു? ശരീരബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടുന്ന അവസ്ഥയിലാണ് അത് ലയിക്കുന്നത്. ഇത് വിദേഹമുക്തി എന്നറിയപ്പെടുന്നു. അതായത് ആത്മാവ് ശരീരപരിധികൾക്കപ്പുറം സ്വതന്ത്രമാകുന്ന അവസ്ഥ. കാരണശരീരം എന്നതെന്താണ്? കാരണശരീരം ആരംഭവും അവസാനവുമില്ലാത്ത അജ്ഞാനാവസ്ഥയാണ്. ഇത് വിവരിക്കാൻ എളുപ്പമല്ല. ഇതാണ് സ്ഥൂലശരീരത്തിന്റെയും സൂക്ഷ്മശരീരത്തിന്റെയും അടിസ്ഥാന കാരണം. ഈ 3 ശരീരങ്ങളെ എങ്ങനെ അതിജീവിക്കാം? സ്വയം ഈ ശരീരങ്ങളുമായി മാത്രം ബന്ധിപ്പിക്കരുത്. നിന്റെ യഥാർത്ഥ സ്വഭാവം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ശാശ്വത ആത്മാവാണ് എന്ന് തിരിച്ചറിയുക. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും സാക്ഷിയായി കാണുക. ആത്മാവ് ഒരു രാജാവിനെപ്പോലെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുന്ന സാക്ഷിയാണ്. അത് ശരീരത്തോടും ഇന്ദ്രിയങ്ങളോടും മനസ്സിനോടും അഹങ്കാരത്തോടും പ്രകൃതിയോടും ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും അവയൊന്നും അതിനെ ബാധിക്കില്ല. ഈ സാക്ഷിഭാവം മനസ്സിലാക്കുമ്പോൾ ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു.